ഈ വീഡിയോ ഇങ്ങനെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു നോക്കട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്കിലാണ്. ഇത് നല്ല രീതിയിൽ അഴുക്ക് പിടിച്ച് ഒരുപാട് കറുത്തിരണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാം, നല്ല ഇതുപോലെ തന്നെ കേട്ടോ, നിങ്ങളിപ്പോ കാണുന്ന പോലെ തന്നെ നല്ല വെട്ടിപ്പായിട്ട് കേട്ടോ. ഇതിപ്പോ നമ്മള് ക്ലീൻ ചെയ്തെടുത്താണ്. ഇതിന്റെ മുന്നത്തെ അവസ്ഥ ഞാൻ നിങ്ങൾ എന്തായാലും കാട്ടിത്തരുന്നതായിരിക്കും. കാരണം ഇത് പഴയ പറഞ്ഞ എങ്ങനെയാണോ, പുതിയതൊന്നും അല്ല, അതിനുള്ള തെളിവാണിത്. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തു ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ടാങ്ക് ക്ലീൻ ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈങ് ആണ്. ഞാൻ എടുത്ത എഫേർട്ട് എന്തായാലും വർക്ക്ഔട്ട് ആയെന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെയാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര നീറ്റായിട്ട് ക്ലീൻ ചെയ്തത് നമുക്ക് നോക്കാം. ഭീകരമായ ഒരു അവസ്ഥ അമ്മ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഇത് നോക്കിയത്. കണ്ടോ, ഇത്രയധികം അഴുക്കുണ്ട് ഇതിൽ. ഈ രീതിയിലുള്ള അഴുക്കുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ ലൈറ്റ് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ കണ്ടോ, ഇത് മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. കണ്ടോ, നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ നേരത്തെ കണ്ട അതേ ഒരു ടാങ്ക് തന്നെയാണ് ഇത് ശരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല വെഡിപ്പായിട്ട് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് യൂസിങ് ഈ ഒരു സാധനം. ഈ 2 സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, പക്ഷേ അതിൽ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമ്മുടെ മാൻ പവർ തന്നെ നല്ല വെഡിപ്പായിട്ടാണ് ഈ ഒരു ടാങ്ക് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പ്രൈമറി സ്റ്റെപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ടാങ്കിൻ്റെ അകത്താണുള്ളത്. ഞാൻ നിങ്ങൾ ജസ്റ്റ് കാട്ടി തരാം. ഈ ബ്രഷ് കൊണ്ട് അരയ്ക്കുമ്പോഴത്തേക്ക് എത്തോരം പോകുന്നുള്ളൂ. ഇവിടെയുള്ള അഴുക്കൊക്കെ അറിയാം. കണ്ടോ, വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് കുറച്ച് കളഞ്ഞെടുക്കാൻ പറ്റും. ഉണ്ടോ, നമ്മുടെ ആ ഒരു വീഡിയോസിലൊക്കെ ബ്രഷ് കൊണ്ട് വെള്ളം കളയാണ്ട് തന്നെ ഉള്ള സെറ്റപ്പിൽ ഇത്രയൊക്കെയാണ് ക്ലീൻ ആവുന്നത്. ഇനിയാണ് നമ്മുടെ ക്ലീനിങ് തുടങ്ങാൻ പോകുന്നത്. ശരിക്കും ഇത്രയും നല്ല രീതിയിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സോപ്പ് പൊടിയാണ് കലക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ലൈസോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സോപ്പ് പൊടിയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, നല്ല ഫ്രാഗ്രൻസ് ഉള്ള ലൈസോളാണ്. ശേഷം നമ്മൾ കുറച്ച് ഹാർപ്പിക് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് ചെയ്ത കോണ്ടൻസ് എല്ലാം കൂടെ തന്നെ നമ്മൾ ഈ ടാങ്കിൻ്റെ അഴുക്കുള്ള ഭാഗത്ത് ഏകദേശം ഒരു 20 മിനിറ്റോളം തേച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 20 മിനിറ്റിന് ശേഷം ആദ്യം ഒരു പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 50% 60%ഓളം അഴുക്ക് നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ റബ്ബ് ചെയ്തപ്പോഴത്തേക്ക് മാറി കിട്ടി. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ക്ലിയർലി വിസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചത്. കണ്ടോ, നിങ്ങൾ നേരത്തെ കണ്ട അതേ ഒരു ടാങ്ക് തന്നെയാണ് ഇത് ശരിക്കും. ഇതിന്റെ ഇൻസൈഡ് ഞാൻ കാട്ടിത്തരാം നിങ്ങളെ. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നല്ല വെട്ടിപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ഫോം ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടി. ആ വൈറ്റ് കളർ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു സൈഡുകളിൽ പോലും. കാരണം ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പം നിങ്ങൾക്കും ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു 2 മണിക്കൂറിൻ്റെ കഷ്ടപ്പാട് മതിയാണ് ഫുള്ളായിട്ട് നമ്മൾ ഈവൻ ഇതിൻ്റെ നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം ഹാർപ്പിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വെള്ളം ഫുള്ള് നിറച്ചിട്ട് ഒരു പ്രാവശ്യം നന്നായിട്ട് കഴുകി ഫുള്ള് തുറന്ന് വിട്ട ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഗൈസ്, അപ്പൊ എന്തായാലും ഇത്രയും ഞാൻ എടുത്ത എഫേർട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സാറ്റിസ്ഫൈങ് നമുക്ക് മനസ്സിൽ തോന്നുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ ഉപകരിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പം കുറച്ച് സമയത്ത് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ടാങ്കൊക്കെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഈ ടാങ്ക് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തന്നെ ഇത് ഭയങ്കര രീതിയിൽ ചെളി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അപ്പോൾ രാവിലെ എന്തായാലും എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് ചോദിക്കാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ.